സ്മൃതി പരുത്തിക്കാട്. SFIയെ മുൻപ് ഗവർണർ നടപടിയെടുക്കാത്തതിനാണ് വെറ്ററിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റലുകളെ ഹെഡ്ക്വാർട്ടേഴ്സുകളാക്കുന്ന SFIക്കാരെക്കുറിച്ച് അറിയാത്തവരല്ല ഇവരെന്നും ഗവർണർ പ്രതികരിച്ചു. ഡീൻ അറിഞ്ഞ് എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആവർത്തിച്ചു പറഞ്ഞിട്ടും മന്ത്രി ചിഞ്ചുറാണിക്ക് ഡീനോട് അനുഭാവമാണ്. 12 തുടങ്ങി ക്രിമിനലുകളുടെ എണ്ണം 19, പിന്നെ 31 എന്നായിട്ടുണ്ട്. മരണത്തിന്റെ ഞെട്ടൽ മാറിയപ്പോൾ മർദ്ദനം 3 ദിവസമായിരുന്നില്ല, 1 ദിവസമേ നടന്നിട്ടുള്ളൂ എന്നും സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റാണ് എന്ന വാദവുമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. ബ്ലഡി ക്രിമിനൽസ് എന്ന ഗവർണറുടെ പ്രയോഗം അന്വർത്ഥമാക്കി. ചർച്ചയിൽ RMP MLA KK രമ, SFIയുടെ പ്രതിനിധി ഹസൻ മുബാരക്, MSFന്റെ പ്രതിനിധി PK നവാസ്, നിരീക്ഷകനായി ഡോക്ടർ ആസാദ് എന്നിവരാണ്. ആദ്യം ഹസൻ മുബാരക്കിലേക്കാണ്. ഹസൻ, ഇന്നിപ്പോൾ 18 പേരാണ് പ്രതികൾ. SFI പ്രവർത്തകരാണ്, യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുണ്ട്. ഇത് SFI എന്ന സംഘടനയ്ക്ക് പറ്റിയ വീഴ്ചയാണ് എന്ന ഈ വൈകിയ വേളയിലെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വൈകിയ വേളയിൽ സമ്മതിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വൈകിയ വേളയിലല്ല ഈ വിഷയമുണ്ടായി. അത് പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ വ്യക്തമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടായി ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ വളരെ കൃത്യമായി പറയുകയുണ്ടായി. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അപലപനീയമായിട്ടുള്ള ഒരു സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച 18 ആളുകളിൽ ആരെങ്കിലും SFI പ്രവർത്തകരുണ്ട് എങ്കിൽ അത് പോലീസിന്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത്തരക്കാർ ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ അവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടത് ഈ സംഘടനയാണ്. അത് ആരുടെയും ഒത്താശയോടുകൂടിയോ അല്ലെങ്കിൽ ആരുടെയോ അഭിപ്രായത്തോടു കൂടിയോ അല്ല. വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പണി ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ രക്ഷിതാക്കളെ അടക്കം ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താനും അന്വേഷണത്തിന്റെ ഭാഗമായി പൂർണ്ണമായി സഹകരിക്കാനുമുള്ള എല്ലാ നടപടിയും SFI സ്വീകരിക്കുമെന്ന ഇതിന്റെ ആദ്യഘട്ടം തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലാതെ അവസാന ഘട്ടത്തിലല്ല ഞങ്ങളിത് പറയുന്നത്. ഞാൻ ചോദിച്ചത് 1, 2, 3 എന്ന പ്രവർത്തകരുടെ എണ്ണം, ആർക്കൊക്കെ SFI മെമ്പർഷിപ്പ് ഉണ്ട്, ആരൊക്കെ നേതാക്കളാണ് എന്ന രീതിയിൽ നിങ്ങൾ എണ്ണം എടുക്കുന്നതിനെ കുറിച്ചല്ല. SFI എന്ന സംഘടനയ്ക്കുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. SFI എന്ന സംഘടന, ആ സംഘടനയുടെ ബലത്തിൽ സംഘടനയുടെ വിശദീകരിച്ച് പറഞ്ഞോളൂ. അല്ല, സംഘടനയ്ക്ക് ഉത്തരവാദിത്തം സംഘടനയ്ക്ക് പറ്റിയ വീഴ്ച എന്ന നിലയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഹസൻ മുബാറക്? പരുത്തിക്കാടിന് പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കൃത്യമായും സംഘടനയുടെ വീഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചു. ഇത്തരമൊരു സംഭവം ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ്. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമുള്ള പശ്ചാത്തലത്തിൽ അത്തരമൊരു സംഭവം അവിടെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ അത്തരം സംഭവം നടക്കുകയും SFI പ്രവർത്തകർ ചില ആളുകൾ അതിൽ ഉൾപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ അതിനെ കൃത്യമായി തള്ളിപ്പറയാൻ ഞങ്ങളുടെ സംഘടന ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവസാന ഘട്ടത്തിലല്ല ഇത് പറഞ്ഞത്. ഇന്ന് റിപ്പോർട്ടർ ചർച്ചയിൽ ചാനൽ ഡെസ്കിൽ വന്നിട്ടല്ല ഞങ്ങളിത് പറയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പറയാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തകർ ഏത് രൂപത്തിലാണ് ഒരു യുവാവിനെ കൊന്നു തീർത്തത് എന്നുള്ള കാര്യം ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം വിനയമാകാം. ഈ ധാർഷ്ട്യത്തിന്റെ ഭാഷ ഒഴിവാക്കിയാൽ നിങ്ങളുടെ സംഘടനയോടുള്ള ബഹുമാനം കൂടും. ഹസൻ മുബാരക്, അല്പം വിനയത്തോടെ സംസാരിച്ചാൽ, കേരളം കാണുകയാണ് എന്ന ബോധ്യത്തോടെ സംസാരിച്ചാൽ നിങ്ങളോട് അല്പമെങ്കിലും അനുഭാവമുള്ളവർക്ക്, അതിൽ ഒരു പ്രതീക്ഷയുള്ളവർക്ക് അല്പം ആശ്വാസമാകും. അല്ല, ആ ആശ്വാസം എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുന്ന നിലപാട് ചാനൽ ഏതാടിനെ പട്ടിയാക്കിയൊന്ന് വിശദീകരിക്കൂ. അല്ല, ഏതാടിനെ പട്ടിയാക്കിയൊന്ന് വിശദീകരിക്കൂ. വിശദീകരിക്കാം. ആദ്യഘട്ടത്തിൽ നിങ്ങൾ എന്നോട് വിശദീകരിക്കാം. അതല്ലേ പറയുന്നത്. നിങ്ങളൊന്ന് നിശബ്ദമായിട്ടിരിക്കും. ആദ്യഘട്ടത്തിൽ നിങ്ങൾ എന്താ ചോദിച്ചത്? ചോദ്യമായിട്ട് നിങ്ങൾ ചോദിച്ചത് അവസാന ഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നടപടികൾ ശരിയല്ല എന്നുള്ളത്? അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചത്. അതിന്റെ മറുപടിയാണ് കൃത്യമായി ഞാൻ പറഞ്ഞത്. അവസാന ഘട്ടത്തിൽ ഈ ചർച്ചയിൽ വന്നിട്ടല്ല ഞങ്ങൾ പറയുന്നത്.
ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയും ഞങ്ങളുടെ ആരെങ്കിലും അതിന്റെ ഭാഗമായി നിൽക്കുന്നുവെങ്കിൽ അതിനെ നിർദാക്ഷിണ്യം എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? കൃത്യമായി തള്ളിപ്പറയാൻ ഞങ്ങളുടെ സംഘടന തയ്യാറായിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ പ്രസ്ഥാനം രക്തസാക്ഷിത്വം എരന്നു വാങ്ങിച്ച സംഘടനയാണ്, ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും, കോടതി വിധി വരട്ടെ എന്നിട്ടല്ലേ തെറ്റുകാരല്ലേ എന്ന് തെളിയിക്കേണ്ടത്, ഇതൊന്നുമല്ല SFI പറഞ്ഞത്. ഞങ്ങളുടെ പ്രസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ ആദ്യമേ അതിനെ തള്ളിപ്പറയുകയും ആ കുട്ടികളുടെ വീട്ടിൽ പോയി രക്ഷിതാക്കളെ സന്ദർശിക്കാനും ഉത്തരവാദിത്തം കാണിച്ച, കേരളത്തോടും പ്രസ്ഥാനത്തോടും സമൂഹത്തോടും വിദ്യാർത്ഥികളോടുമുള്ള ഉത്തരവാദിത്തം കാണിക്കാൻ തയ്യാറായ സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. എനിക്ക് അത്ര ക്ലിയർ ഒന്നും ആയിട്ടില്ല, പിന്നീട് വരാം. ശ്രീമതി KK രമയുണ്ട് ഇപ്പോൾ. രമ, ഇപ്പോൾ SFIയുടെ പ്രവർത്തകരാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 18 ആയിരിക്കുന്നു എണ്ണം. ഇന്ന് ഗവർണർ ഇപ്പോൾ VC അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോയി. അപ്പോഴും ഡീനും VCയും നടപടിയെടുക്കാൻ പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ഗവർണർ പോയത് എന്നുള്ള വിഷമമാണ് ഇന്ന് മന്ത്രി ചിഞ്ചുറാണി പ്രകടിപ്പിച്ചത്. ഡീൻ ഏത് രൂപത്തിൽ ഇവർക്കൊപ്പം പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവുകൾ കുട്ടിയുടെ പിതാവ്, സിദ്ധാർത്ഥന്റെ പിതാവ് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഡീനെതിരെ നടപടി വേണം, ഡീനെ അവിടെ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യമടക്കം ആ പിതാവ് മുന്നോട്ട് വയ്ക്കുന്നു. ഡീൻ നടപടിയെടുക്കാൻ മുന്നോട്ട് പോയി എന്ന രൂപത്തിലാണ് ഇന്നും പ്രതികരിച്ചിരിക്കുന്നത് മന്ത്രി ചിഞ്ചുറാണി. സർക്കാർ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ KK രമ? സ്മൃതി, വളരെ ദാരുണമായ, അങ്ങേയറ്റം മൃഗീയമായ ഒരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. സിദ്ധാർത്ഥ എന്ന ഒരു കുട്ടിക്ക് ഇത്രയും മൃഗീയമായ ഒരു ആക്രമണം ഉണ്ടായിട്ട് വളഞ്ഞിട്ട് SFIക്കാർ കൂട്ടം കൂടി നിന്ന് ആ കുട്ടിയെ കൊല്ലുകയാണ് ചെയ്തത്. 3 ദിവസം മൃതപ്രായനാക്കിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അതിക്രൂരമായ കൊലപാതകമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എന്നിട്ട് അവിടുത്തെ അതിനെ സംബന്ധിച്ച് നമ്മുടെ ഭരിക്കുന്ന ആളുകൾ, മന്ത്രിമാരുൾപ്പെടെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ രോക്ഷമുണ്ടാവുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കാരണം ഡീനിനെ മാത്രമല്ല, അവിടുത്തെ എല്ലാ ഇതിന് കൂട്ടുനിന്ന മുഴുവൻ അധ്യാപകർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകണം. അവരെ ആ സ്ഥാപനത്തിൽ നിന്ന്, അവരുടെ സർവീസിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടണം. ഇത്തരം സംഭവങ്ങൾ 3 ദിവസമായിട്ടൊരു സംഭവം നടന്നിട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടയാനോ അതിനനുസരിച്ചുള്ള ഒരു നടപടിയും എടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ള വളരെ ദാരുണമായ ഒരു പ്രശ്നം, വളരെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നൊരു പ്രശ്നം. നേരത്തെ SFIയുടെ നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞങ്ങളാ കുട്ടികളെ തള്ളിപ്പറഞ്ഞല്ലോ, ഞങ്ങളതിനെ ഉത്തരവാദികളല്ലോ. അവരെ പറയുന്നത് ഈ തോന്നിവാസം ഇപ്പോഴും പറയുന്നതുണ്ടല്ലോ. നമ്മളൊക്കെ ഇത്തരത്തിലൊരു SFI പോലുള്ള പ്രസ്ഥാനത്ത് നിന്ന് വളർന്ന് അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് വന്ന ആളുകളാണ്. ഞങ്ങളുടെയൊന്നും കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇപ്പോൾ ലജ്ജ തോന്നുകയാണ്. SFI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെ ഓർത്ത് ലജ്ജിക്കുകയാണ്. കാരണം ആ കുട്ടി 3 ദിവസം ഈ സംഘടന അവിടെ ഉണ്ടായിരുന്നല്ലോ, 3 ദിവസം ക്രൂരമായി വട്ടമിട്ടിരുന്ന് ആ കുട്ടിയെ ആക്രമിക്കുക. ആൾക്കൂട്ടമല്ല, SFI വിചാരണ നടത്തിയില്ലേ? എന്നിട്ട് ഈ 3 ദിവസം നിങ്ങൾ ഇപ്പോഴാണോ നടപടിയെടുക്കുന്നത്? എന്തേ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല? അത് പറ്റില്ല, അങ്ങനെ ഒരു കുട്ടിയെ ആക്രമിക്കരുത്, തടയരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോയത്? ഇപ്പോൾ നടപടിയെടുക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ ഇതിനെ തള്ളിപ്പറയുന്നു എന്ന് പറയുന്നത് ആ കുട്ടികൾ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളൊന്നുമില്ല സ്മൃതി. കാരണം ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ ഇപ്പോഴും. ഇതാണ് ഈ പ്രസ്ഥാനത്തിനെ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പല അനുഭവങ്ങളും നമുക്കുണ്ട്. പല ക്യാമ്പസുകളും SFIക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ, അല്ലെങ്കിൽ ഒരു സംഘടന, ഏകപക്ഷീയമായ ഒരു സംഘടന മാത്രം പ്രവർത്തിക്കുന്ന കോളേജുകളിലുള്ള ഒരു സ്ഥിതിയാണിത്. അവിടെ പ്രതിപക്ഷമില്ലാത്ത സംഘടനയുണ്ടാകുമ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് അഭിപ്രായം പറയാനോ ഏതെങ്കിലും തരത്തിൽ ഇതിനെ വിയോജിക്കാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. അതാണല്ലോ നമ്മൾ ഇവിടെയും കാണാൻ സാധിച്ചത്. സിദ്ധാർത്ഥ എന്ന കുട്ടിയെ അവൻ്റെ വസ്ത്രം പോലും ഉരിഞ്ഞുകൊണ്ട് അവനെ വലിയ തോതിലുള്ള ബെൽറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അടിക്കുന്നു. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാലോ, ക്രൂരമായ പീഡനം ഏറ്റു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. സ്റ്റൊമക്ക് എംപ്റ്റി ആയിരുന്നു എന്ന് വളരെ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു.
പറയുന്നു. അപ്പം ഇത്രയും ദിവസം ഈ കുട്ടികളുടെ നടുവിൽ നിന്നിട്ട് ഈ ഒരു കുട്ടിയെ ഈ തരത്തിൽ ഉപദ്രവിക്കുമ്പോൾ അരുത് എന്ന് പറയുന്ന ഒരൊറ്റ SFIക്കാരനൊരു നാവ് പൊന്തിയില്ലല്ലോ. ഇവർ പിന്നെ എന്തിനാണ് SFI? ഇവരെങ്ങനെയാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ പ്രസംഗിക്കുന്നത്? ഒരു കുട്ടിക്ക് അത് പറ്റില്ല. ഇത് ഇങ്ങനെ ഒരു കുട്ടികളെ, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ ഒപ്പമുള്ള ആളാണ്. അവൻ എന്ത് തെറ്റ് ചെയ്താലും, ഇനി അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ തെറ്റിന് അതിൻ്റെതായ ശിക്ഷ കോളേജ് അധികാരികളും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ ഇവർക്കെന്ത് അവകാശം? ആര് തിരുത്തുമെന്നാണ് KK രമ പ്രതീക്ഷിക്കുന്നത്? ആര് തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ ആക്രമണത്തിന് കൂട്ടുനിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ഒരുമിച്ചാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുള്ളത്. പിന്നെ ആര് തിരുത്തുമെന്നാണ്? പുറത്തുനിന്ന് SFIയുടെ സംസ്ഥാന നേതൃത്വം വന്ന് തിരുത്തുമെന്നാണോ? അവരിപ്പോഴാണ് അറിയുന്നതെന്നും അറിഞ്ഞപ്പോൾ അപലപിച്ചെന്നും തള്ളിപ്പറഞ്ഞുമെന്നുള്ള വാദമാണ് ഇപ്പോൾ ഹസൻ മുബാറക് പറയുന്നത്. അതെ ഞാൻ പറഞ്ഞ അല്ല സ്മൃതി, ഞാൻ പറയുന്ന 3 ദിവസം ഇത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് അതിന് സാധിച്ചില്ല. അവർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അതാണല്ലോ പറയുന്നത്, കുട്ടികൾക്ക് അതിന് സാധിച്ചില്ല. ഇതാണ് SFI. പല ക്യാമ്പസുകളിലും ഇവർ മാത്രമുള്ള ക്യാമ്പസുകൾ, ഇടിമുറികളുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന ഒരു കുട്ടി 2017 പാമ്പാടി നെഹ്റു കോളേജിൽ വെച്ച് ഇതേപോലെ ആ കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയും ഇടിമുറി ഉണ്ടായിരുന്നു. അവിടെ എന്താണ് ഇവർ ചെയ്തത്? നമ്മുടെ അമൽജ്യോതി കോളേജിലെ ശ്രദ്ധ എന്ന പെൺകുട്ടി, അവിടെയും ആ കുട്ടി മാനസികമായിട്ട് വലിയ തോതിൽ, ഇത്തരം പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ കുട്ടികൾ വലിയ തോതിലുള്ള മാനസികമായ എന്തു പറയാമെന്നുള്ള അവസ്ഥയുണ്ടാകരുത്. ജിഷ്ണു പ്രാണോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ച് അറിയാത്ത KK രമ എന്താണ് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ജിഷ്ണു പ്രാണോയ് വിഷയം? ജിഷ്ണു പ്രാണോയ് വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ആധികാരികത വേണ്ടേ? ഇപ്പൊ ഹസന്റെ സമയമാണോ എന്റെ സമയമാണോ? നിങ്ങൾക്കറിയുമോ? ഹസൻ ആധികാരികമായിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് പറയൂ. ജിഷ്ണു പ്രാണോയും SFIയും ചേർത്ത് പിടിക്കുന്നത്. ജിഷ്ണു പ്രണോയുടെ വിഷയം അവിടെ നിൽക്കട്ടെ, അവർ പറയട്ടെ. KK രമ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്താണ് അല്ല അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസം? ഹസൻ മുബാറക് അവിടെ നിന്ന് സ്മൃതി, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കുട്ടികൾക്ക് സഹിഷ്ണുതയില്ല എന്ന് പറയുമ്പോൾ, തെറ്റെന്താണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ, അത് ശ്രവിക്കാൻ, അത് തിരുത്താനുള്ള മനസ്സാണ് ഉണ്ടാവുന്നത്. അതില്ലാത്ത ഇവരൊക്കെ നേതാക്കന്മാരാണ്. എങ്ങനെ തിരുത്തും? ഇവരുടെ മാതൃസംഘടനയിലുള്ള ആളുകൾ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചാണല്ലോ ഉണ്ടാവുന്നത്. അത്തരം ക്യാമ്പസുകൾ വളരെ ശക്തമായി, നിങ്ങളറിയില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഇങ്ങോട്ട് പറയാൻ പ്രവർത്തകർ ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് കൂട്ടുനിന്ന, അല്ലെങ്കിൽ ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ SFI പ്രവർത്തകരെ കുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാവരും കുട്ടികളല്ല. ഇതിലെ പ്രധാന പ്രതി അവിടുത്തെ ഒരു CPM പ്രാദേശിക നേതാവിന്റെ മകനാണ്. അയാൾക്ക് 31 വയസ്സുണ്ട്. അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥിയാണ്, 31 വയസ്സുകാരനാണ്. അപ്പോൾ ഇരുത്തം വന്ന ഒരാൾ കൂടിയുണ്ട് ഈ ആക്രമണത്തിൽ ഭാഗമായി, പ്രധാന പ്രതി. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക്. ശ്രീ PK നവാസ്, ഇന്നിപ്പോൾ ഗവർണർ നടത്തിയ പ്രതികരണം താങ്കളും കണ്ടിരിക്കും. SFIക്ക് എല്ലാ കോളേജുകളിലെയും ഹോസ്റ്റലുകളിൽ ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ വെച്ചാണ് അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ SFI പ്രവർത്തകർക്ക് ചില അധ്യാപകരുടെ പിന്തുണയും ഉണ്ടാകാറുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നു, അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു ചില അധ്യാപകർ എന്ന്. നിങ്ങളുടെ സംഘടനയുടെ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഗവർണർക്ക് എവിടെ നിന്നാണ് ഇത്തരം വിവരങ്ങൾ? കേരളത്തിന്റെ ഗവർണറോട് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൃത്യമായ ഒരു പഠനത്തിന് ശേഷമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞ ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ സമയം മാധ്യമങ്ങളെ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ അതിന്റെ ഇരകളായവരാണ്. സ്മൃതി, കേരളത്തിന്റെ ക്യാമ്പസുകൾ നിങ്ങൾ പരിശോധിക്കുക. ആ ക്യാമ്പസുകളിലെ എല്ലാ ക്യാമ്പസുകൾക്കകത്തും ഹോസ്റ്റലുകൾ SFIയുടെ ഇടിമുറികളുള്ള ഹോസ്റ്റലുകളാണ്. ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഒരു കാര്യമുണ്ട്. തൊട്ടപ്പുറത്തുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഒരു കുട്ടിയെ കൈയും കാലും കയറുകൊണ്ട് കെട്ടിയിട്ട് കാറിൽ കയറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ഹോസ്റ്റലിനടുത്തുള്ള DSC ഓഫീസിന്റെ തൊട്ടപ്പുറത്തെ ഇടിമുറിയിലെ ജനവാതിൽ അദ്ദേഹത്തെ കെട്ടിയിടുന്നു. എന്നിട്ട് പുറത്തു നിന്ന ആളുകൾ അത് വളഞ്ഞ് അവിടെ കാവലിരിക്കുന്നു. അവസാനം പോലീസ് വന്നിട്ട്, ആ കേസിലെ സാക്ഷി പോലീസാണ്, പോലീസ് വന്നിട്ട് ജനലിൽ കെട്ടിയിട്ട കുട്ടിയെ കയറ് കെട്ടഴിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. ക്രൂരന്മാരായ ഒരു സംഘം ക്യാമ്പസുകളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.
ഞാൻ എസ് എം മുബാറക്ക് ഇവിടെ നിന്നിട്ട് പറയായിരുന്നു, ഞങ്ങളുടെ ധാർമ്മിക ബാധ്യത ഞങ്ങൾ നിർവഹിച്ചു, സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അച്ഛനെ ഞങ്ങൾ കണ്ടു, ആ ആളുകളെ ഞങ്ങൾ പുറത്താക്കിയെന്ന്. SFIയുടെ സംസ്ഥാന ഭാരവാഹിയായ ഒരാൾ ചാനൽ മുറിയിൽ ഇരുന്ന് അതാണ് ധാർമ്മിക ബാധ്യത, ഒരാളെ കൊന്നു കളഞ്ഞാൽ അയാൾ അച്ഛനെ പോയി കാണലാണ് ധാർമ്മിക ബാധ്യത എന്ന ബാലിശമായ വാദം ഉന്നയിക്കുന്ന ഒരു നേതാവിന്റെ കീഴിൽ അണികൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പൊ ഇന്ന് ഒരു സംഭവം ഉണ്ടായി സ്മൃതി. ഇന്ന് 4 വിദ്യാർത്ഥികൾ പത്രസമ്മേളനം നടത്തി. ഇതിൽ ഒരു വിദ്യാർത്ഥി പറയാണ്, ഞാൻ ഫറോക്കുള്ള ഒരു MSFകാരനാണ്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് SFIയുടെ പേരിൽ കെട്ടിവെക്കുകയാണ് ഈ കാര്യം. ഞാൻ MSFിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഞാൻ ആ വിഷയം അന്വേഷിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഉള്ള പ്രവർത്തകൻ ഫറോക്കില്ല. എന്റെ നിയോജക മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലം ഫറോക്ക്. എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് MSFുമായി എന്തുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ട ഒരാൾ ഞാനാണ്. അദ്ദേഹത്തിന് MSFുമായി ഒരു പങ്കില്ല എന്ന് മാത്രമല്ല, ഹസൻ മുബാറക്കിന്റെ പാർട്ടിക്കാർ ഒരു തിരക്കഥയുണ്ടാക്കി ആ തിരക്കഥ കേരള സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. ഞങ്ങൾ കാര്യം കൃത്യമായി പറയാം. കൊന്നു കളഞ്ഞിട്ട് എങ്ങനെ 2 ദിവസം പട്ടിണിക്കിട്ട് 3-ാം ദിവസം തല്ലിക്കൊന്ന് അത് കെട്ടിത്തൂക്കിയിട്ട് ആ സിദ്ധാർത്ഥന്റെ ചോരക്കര SFIക്കാരൻ MSFനെ വെച്ച് കഴുകിക്കളയാമെന്ന് ഹസൻ മുബാറക്ക് ദയവ് ചെയ്ത് കരുതരുത്. നിങ്ങൾ ഈ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും ക്രൂരന്മാരായി SFIക്കാർ മാറിയിരിക്കുന്നു. ഒരു സിദ്ധാർത്ഥന്റെ കേസ് മാത്രമല്ല, നേരത്തെ KK രമ മാഡം പറയുമ്പോ SFIയുടെ ഹസൻ മുബാറക്ക് ഇടപെട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി പഠിക്കുന്ന മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയുടെ ആംബുലൻസിനകത്ത് കയറി വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ. എന്താ ഹസൻ മുബാറക്ക് അതിനെ നിഷേധിക്കോ? യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് സ്വന്തം സഹപ്രവർത്തനായ കമ്മിറ്റിയുടെ സെക്രട്ടറി അതേ ദിവസം 16 വെട്ടുവെട്ടിയത് നിങ്ങൾ നിഷേധിക്കുമോ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി പഠിക്കുന്ന അതേ മഹാരാജാസ് കോളേജിൽ നിങ്ങളുടെ അവസരത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ അവസരത്തിൽ പറയാം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങളൊന്ന് സഹിഷ്ണുത കാണിക്കൂ. നിങ്ങൾ ക്യാമ്പസിൽ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ക്യാമ്പസിൽ SFIക്കാർ പഠിക്കുന്നത്. നിങ്ങളുടെ ഭാരവാഹികൾ ഇത്തരത്തിൽ പെരുമാറുന്നതുകൊണ്ടാണ് അവരിങ്ങനെ വിദ്യാർത്ഥികളുടെ നേരെ തല്ലാനും കൊല്ലാനും കെട്ടിത്തൂക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കണം. ഹസൻ മുബാറക് എല്ലാ കോളേജുകളും SFI കീഴടക്കിയ പോലെ ഈ ചർച്ചയും കീഴടക്കാൻ ശ്രമിക്കരുത്. എല്ലാവർക്കും സംസാരിക്കണം. എന്ത് കള്ളവും ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ എന്ത് കള്ളവും പറയാമെന്നുള്ളതാണ് ചാനൽ ചർച്ചയുടെ അടിസ്ഥാനമെങ്കിൽ ഇടപെടും. കള്ളം മാത്രം പറയാനുള്ള താങ്കൾക്ക് സത്യം പറയാൻ അവസരം തരാം. താങ്കൾക്ക് സത്യം പറയാൻ ധാരാളം അവസരം തരാം. ഒന്ന് ക്ഷമിക്കൂ. ഡോക്ടർ ആസാദിലേക്ക് കൂടി പോട്ടെ. ഡോക്ടർ ആസാദ്, ഇന്നിപ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ ആസാദ് താങ്കൾ കേട്ടിരിക്കും. ഇതിനു മുമ്പ് ഒരു കോസിന് വേണ്ടി കൃത്യമായ നിലപാടുകളോടുകൂടി ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടിയവരാണ് SFI പ്രവർത്തകർ. ആ സമയത്താണ് ബ്ലഡി ക്രിമിനൽസ് എന്ന ഈ SFI പ്രവർത്തകരെ ഗവർണർ വിളിച്ചിരുന്നത്, ചാൻസലർ കൂടിയായ ഗവർണർ വിളിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് അന്വർത്ഥമാകുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നതല്ല, പലപ്പോഴും ക്യാമ്പസുകളിൽ നിന്നും അത്തരം വാർത്തകളുണ്ട്. ചില വിഷയങ്ങളിൽ അവർ രാഷ്ട്രീയമായി പ്രതികരിക്കുന്നു. പക്ഷേ ഇത്തരം സംഭവങ്ങളെല്ലാം അരാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. ഒരു രാഷ്ട്രീയ വിഷയവും അതിലില്ല. സ്മൃതി, ഈ വിഷയത്തെ നമ്മൾ അങ്ങനെ കണ്ടാൽ പോരാന്ന് എനിക്ക് തോന്നുന്നു. എന്താ സംഗതി അറിയോ, ഇത് കേരളീയ സമൂഹത്തിൽ എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തിപ്പെടുന്നു. അതൊരു ചെറിയ കാര്യമില്ല. അവർ രാഷ്ട്രീയം എന്തോ ആവട്ടെ, ഏത് രാഷ്ട്രീയം കൊണ്ടും ഏത് വർഗീയത കൊണ്ടോ ഒക്കെ ന്യായീകരിക്കാവുന്ന ഒന്നാണോ ഇത് ഹിംസ എന്ന് പറയുന്നത്? ഹിംസ എന്ന് പറഞ്ഞാൽ സംഘർഷത്തിൽ ഏർപ്പെട്ട ആളുകൾ കൊല്ലപ്പെടാറുണ്ട്. ഒരു വൈകാരിക സന്ദർഭത്തിൽ കത്തിക്കുത്തുണ്ടാവുന്നു, അങ്ങനെ പല രീതിയിൽ ആളുകൾ മരിക്കും. പക്ഷെ 2-3 ദിവസം തുടർച്ചയായി പീഡിപ്പിക്കുന്നൊരവസ്ഥ, ഭക്ഷണം കൊടുക്കാതെ തടഞ്ഞു നിർത്തുന്ന, വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ചു വിളിക്കുകയാണ്. മഹാരാജാസിൽ അഭിമന്യുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയ പോലെ വീട്ടിലേക്ക് പോകുന്ന ഒരാളെ തിരിച്ചു വിളിച്ച് 3 ദിവസം അങ്ങനെ പീഡിപ്പിക്കാൻ നമുക്കിതൊരു പ്രയാസമല്ല നമ്മുടെ കുട്ടികൾക്ക്. അത് എന്തോ ആയിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ കുട്ടികളാണ്. ഇപ്പൊ ഇതിൽ ചെയ്തു എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരും നമ്മുടെ കുട്ടികളാണ്. അവർക്ക് വേണ്ടിയും സംസാരിക്കേണ്ടി വരുന്നുണ്ട് നമുക്ക്. കാരണം അവരെ ഇങ്ങനെ ചെയ്യിക്കുന്ന ഒരു ഘടന നമ്മുടെ പൊതുസമൂഹത്തിന്റെ അധികാരത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് ഉണ്ടാക്കിയത് മാതൃകാപരമായി മുമ്പ് പ്രവർത്തിച്ചു പോന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയാണ്. അതാ പ്രശ്നം. മുമ്പ് മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ചില മൂല്യബോധങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കുട്ടികളെ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. രക്ഷാപ്രവർത്തനം എന്ന പ്രോത്സാഹനമുണ്ടല്ലോ ഇപ്പോൾ. രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്ന പ്രോത്സാഹനമുണ്ടല്ലോ ഇപ്പോൾ. അല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല അത്. അല്ലാതെ ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ
ഇവിടെ ഒരു വലിയ ഒരു വിദ്യാർത്ഥി സംഘടന ഒരു കോളേജിൽ ആധിപത്യം പുലർത്തുമ്പോൾ കേരളത്തിൽ ഇവർ മാത്രമൊന്നല്ല. ഇപ്പോൾ തിരുവനന്തപുരം MG കോളേജിന്റെ കുറച്ച് കൊല്ലം മുമ്പ് വരെ ഒരു വലിയ ചരിത്രമുണ്ട്. ധനുവച്ചപുരത്ത് ചരിത്രമുണ്ട്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിനു മുമ്പ് KSUവിന്റെ നേതൃത്വം ഉണ്ടായിരുന്ന കാലത്തുള്ള വേറെ ചരിത്രമുണ്ട്. ചരിത്രത്തിൽ ആധിപത്യം പുലർത്തുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് ഇടിമുറികളൊന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്തും ചെയ്യാവുന്നൊരവസ്ഥ. അതിപ്പോ പുതിയ സാമൂഹ്യ അധികാര സന്ദർഭം കൂടി ചേരുമ്പോൾ ഫാഷിസം ആളുകളിലേക്ക് അത് പതുക്കെ എത്തി ഏത് അധികാരത്തിലും ആ അറ്റത്തേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ കുട്ടികളെ ഇങ്ങനെയാക്കി തിരുത്താം. പ്രതികളെ പോലും ഇതിന് നിർബന്ധിച്ച ഈ രാഷ്ട്രീയ സന്ദർഭത്തെയാണ് നമുക്ക് തിരുത്താനുള്ളത്. വലിയ ഉത്തരവാദിത്തമാണ്. SFIക്ക് ഇപ്പൊ നോക്കൂ, നമ്മുടെ SFI പ്രതിനിധിക്ക് പോലും ഒന്ന് കേൾക്കാൻ ഒരു എന്താ മയത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഈ എക്സ്ട്രീമായൊരു നിലപാട് അവർക്ക് പറ്റും. അത് വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ വരുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പ് എന്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിക്കുന്നതെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നോക്കൂ, ഞങ്ങളുടെ അനുഭാവിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ വന്ന് ചേരുമ്പോൾ സിദ്ധാർത്ഥനെ പോലെ ഒരാൾ, ഒരുപാട് കഴിവുകളുള്ള, കുട്ടികളുടെ നേതാവാൻ പെട്ടെന്ന് കഴിയുന്ന ഒരാൾ കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയറിൽ എല്ലാ കോളേജിലും ചെയ്യുന്നത് ഒപ്പം നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒപ്പം നിർത്താൻ പല രീതികൾ ഇവർ ചെയ്യുന്നുണ്ട്. ആ പല സമ്മർദ്ദങ്ങളായിരിക്കും, വാക്കുകൊടുക്കലുകളായിരിക്കും, പലതുമായിരിക്കും. അങ്ങനെ വഴങ്ങാത്ത ഒരു ആയിരുന്നില്ലെങ്കിൽ എന്തിനാണ് SFIക്കാരെ കൂടെ ചേർത്തത്? 4 SFIക്കാരെ ഉള്ളൂ എന്ന് പറയുന്നു. ഈ 4 SFIക്കാർ ആരൊക്കെയാ? അവര് ഒരു സംഘടനയുടെ കോളേജിലെ ഭാരവാഹികളാണ്. ഇപ്പൊ ഒരു പോക്കറ്റ് അടിക്കാരന്റെ തല്ലം കൂടിയാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുമ്പോൾ ആ രാഷ്ട്രീയ നേതാവ് ആരാണെങ്കിലും ജനങ്ങൾ വിശ്വസിക്കും. കാരണം രാഷ്ട്രീയ നേതാവ് കൂടി ഇയാൾ പോക്കറ്റ് അടിച്ചു എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യത്തിൽ അങ്ങനെ രീതിയുണ്ട്. ഒരു സംഘടനയുടെ നേതാക്കൾ അത് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. ഈ സംഘടനയുടെ നേതാക്കൾ ഉള്ളിടത്ത് ഏതോ 4 SFIക്കാരെന്നല്ല, അത് ഉത്തരവാദിത്തം അവരുടേതാണ്. അവർ യൂണിയൻ ഭാരവാഹിയുണ്ട്, സംഘടനാ നേതാവുണ്ട്. അത്തരം ആളുകൾ മുൻകൈയെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയെ പുറത്താക്കിയതല്ല, അവിടുത്തെ സംഘടന പിരിച്ചുവിട്ടു എന്നാണ് പറയേണ്ടത്. അതാണ് മര്യാദ. അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പണി ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ വരെ ഇടിമുറികൾ യാഥാർത്ഥ്യമാണ്. അത് ഗവർണർ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ മാത്രമൊന്നുമല്ല, അത് കോളേജുകളിലുണ്ട്. കോളേജുകളിൽ ആയുധശേഖരമുണ്ട്, കോളേജുകളിൽ ഇടിമുറികളുണ്ട്. ഈ ഇടിമുറികൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മറ്റൊരു സംഘടന ഉണ്ടായിക്കൂടെ കോളേജിൽ? അവർക്ക് വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൊടിമരം മാത്രമേ കോളേജ് ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടൂ. മറ്റൊരു സംഘടന യൂണിറ്റ് ഉണ്ടാക്കിയാൽ അവരെ അടിച്ചൊതുക്കുക. എപ്പോഴും അടിക്കാൻ പോകുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്താ അറിയോ? അവരെ പോയി അങ്ങ് പ്ലാൻ ചെയ്തോ അല്ലാതെയോ അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് കൊണ്ടയാളുടെ പരാതിയല്ല ആദ്യം എത്തുക. അപ്പോൾ തുടർന്ന് അയാൾ പരാതി പറയാതിരിക്കാൻ ഏറ്റവും വലിയ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വരാവുന്ന ഒന്നുകിൽ ദളിത് പീഡനത്തിന്റെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിന്റെ രീതിയിലായിരിക്കും. ഒരു വ്യാജ പരാതി ആദ്യം വരും. ഇതിലുണ്ടായല്ലോ, ഇത് ആദ്യമല്ല ഉണ്ടായത്. മരിച്ച ശേഷം പരാതി കൊടുത്തു. മരിച്ച ശേഷം സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുത്തു. ഇതെല്ലാ കാലത്തും ചെയ്യുന്നവര് അത് കണ്ട് ആളുകൾക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് വരുന്നത്. ഇപ്പോ മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇനി പരാതി കൊടുക്കുമ്പോൾ പെൺകുട്ടി അറിഞ്ഞില്ല മരിച്ചതായിരിക്കാം. മരിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ആവട്ടെ, ഏതൊരു കുട്ടിയാണെങ്കിലും അയ്യോ അതിന് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഞാനത് വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞു പോയില്ലേ? അത് സാധാരണയല്ലേ? പക്ഷെ അത് കുട്ടി അതിൽ ഉറച്ചു നിന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അത് പീഡനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും അപമര്യാദയെ പെരുമാറിയതിന്റെ അല്ല, ഈ കൊന്നവരെ സംരക്ഷിക്കാൻ അവർക്ക് ജാമ്യം കിട്ടാൻ ഇത് വ്യക്തമല്ലേ? അത് 19-ാം തീയതിയാണ് കൊടുത്തത്. 19-ാം തീയതിയാണ് കോളേജിൽ അത് സ്വീകരിക്കുന്നത്, അത് കിട്ടുന്നത്. 18-ാം തീയതി അല്ല. 18-ന് ഡേറ്റ് ഇട്ടാൽ 19 ആവില്ല. 19-ന് അത് കിട്ടുമ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്നത്. ആ കുട്ടിക്ക് അത് പിൻവലിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക്കാർ പറഞ്ഞില്ല ഇനി ആ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകണ്ട. ആ സമിതിക്ക് അത് തോന്നിയില്ല. ആ പരാതി ആയിട്ട് പോകുന്നത് മോശമാണെന്ന് തോന്നിയില്ല. അതിലിരുന്ന അധ്യാപകർക്ക് പിൻവലിക്കാൻ തോന്നിയില്ല എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ഭീഷണിയുണ്ടോ ഭയമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഡോക്ടർ ആസാദ്. അങ്ങനത്തെ സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ കുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നുണ്ട്, കുട്ടിയുടെ ബന്ധു. പറഞ്ഞോളൂ സ്മിത, അത് ഭീഷണിയുടെ മാത്രം പ്രശ്നമല്ല. അത് ആ കുട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ പരാതി കൊടുത്തത്. ഞാൻ പറയുന്നത് പരാതി കൊടുക്കുന്നത് പലപ്പോഴും ആ കുട്ടിയായിരിക്കില്ല. ഇതിനൊക്കെ ഈ സഹായ സംഘം വേറെയാണ്, അവർ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ വിഷയം എന്താ വെച്ചാൽ അത് ആ കമ്മിറ്റിക്ക് ചർച്ച ചെയ്യുന്നു. കമ്മിറ്റി പറയണ്ടേ ഇങ്ങനെയല്ല ചെയ്യേണ്ടതില്ല.
ഇവിടെ പിന്നെ ഇത്തരം പരാതികൾ, സ്ത്രീ പീഡനത്തിന്റെ പരാതി ഇയാളുടെ പേരിൽ കൊണ്ടുവന്ന് ഈ കേസിനെ ദുർബലപ്പെടുത്തണം. അത് കാരണം വെച്ചാൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളെക്കാൾ അവർക്കാണ് അറിയുക. അതുകൊണ്ട് എന്തിൽ നിന്നാണ് ആളുകളുടെ ശ്രദ്ധ മാറ്റേണ്ടത്, ഈ കേസിന്റെ ഗൗരവം കുറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണിത്. ഇത് സത്യത്തിൽ പെൺകുട്ടി പിന്നെ ഒരു പെൺകുട്ടി ഇതിൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇത് അവർ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. അവരെന്താ വെച്ചാൽ ഒരു ഗൂഢാലോചന ഇതിന് പിറകിൽ നടന്നു എന്നതിന്റെ തെളിവ് കൂടിയാണത്. ഒരു ഗൂഢാലോചന മരണശേഷവും നിലനിന്നു എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം ഈ നടുമുറ്റത്ത് വെച്ച് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരാൾക്ക് എന്ത് പറ്റി എന്ന് അടുത്ത ദിവസം അവിടുത്തെ കുട്ടികൾ നോക്കണ്ടേ? ഈ നടുമുറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 4 ഭാഗത്തുമുള്ള 2-3 നില ബിൽഡിംഗ് ആണ്. അതിലൊക്കെ ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ വന്ന് നിന്നാൽ നടുമുറ്റത്ത് നടക്കുന്നത് കാണാം. ആ ബിൽഡിംഗ് കാണണം നമ്മള്. ആ നടുമുറ്റത്ത് വെച്ച് ഇത്രയും പീഡനം ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം കുട്ടികൾ അന്വേഷിക്കണ്ടേ അയാളിപ്പോൾ എവിടെ, അയാളെ കാണുന്നില്ലല്ലോ? ആരും ചോദിച്ചില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അവർക്കൊന്നും അതിനെന്ത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും, അങ്ങനെ ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്ത ഈ അവിടെ കോളേജ് വൈത്തിരി, അവിടുത്തെ കോളേജിൽ മാത്രമല്ല, പൂക്കോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ കൺമുന്നിൽ അഴിമതി കൊടികുത്തി വാഴുമ്പോൾ, ഹിംസ നടക്കുമ്പോൾ, ഹിംസയുടെ അധികാരമുണ്ടാകുമ്പോൾ അരുത് എന്ന് പറയാൻ മടിച്ചു നിൽക്കുന്ന കാലമായിട്ടുണ്ട്. ഈ കാലം ഒരു അഖിലേന്ത്യാ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇത് ഫാഷിസത്തിന് വളക്കൂറുള്ള കാലമാണ്, ഭയങ്ങളുടെ കാലമാണ്. ഈ കാലം അങ്ങനെ ആയിക്കൂടാ എന്ന് പറയാൻ കേരളം പോലെ നവോത്ഥാന ചരിത്രമൊക്കെ പറഞ്ഞൊരു സ്ഥലത്ത് സത്യം പറയാൻ കെൽപ്പുള്ള ഒരു നാവുണ്ടാവണ്ടേ? ശരി, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെയാണ് മുദ്രാവാക്യമെങ്കിലും എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. ശിക്ഷിക്കപ്പെടണം. ശരി, ഹസൻ മുബാറക്, താങ്കൾ നേരത്തെ പറഞ്ഞു വിദ്യാർത്ഥികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്മിത. ഹസൻ മുബാറക്, താങ്കൾ നേരത്തെ പറഞ്ഞു SFI പ്രവർത്തകർ ഈ കേസിൽ പ്രതികളായിരിക്കുന്ന പ്രവർത്തകരെ തള്ളിപ്പറയുന്നു, അവർക്ക് യാതൊരു പിന്തുണയുമില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ വിദ്യാർത്ഥി മർദ്ദിച്ച കേസിലെ പ്രതികളെ ഹാജരാക്കുമ്പോൾ ജില്ലയിലെ ഉന്നത CPM നേതാവും ഇവർക്കൊപ്പം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിയിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? CPM നേതാവ് എത്തിയതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിച്ചതിന് അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അല്ല, നല്ല മറുപടി. അങ്ങനെയല്ലേ മറുപടി? സ്മൃതി പരുത്തിക്കാട് ചാനൽ ഡെസ്കിൽ ഇരുന്ന ഒരു CPM നേതാവ്, പേര് പറ, ആരാ CPM നേതാവ്? CPM നേതാവ്, മുതിർന്ന CPM നേതാവ്. CPM നേതാവിന്റെ പേര് പറ. സ്മൃതി പരുത്തിക്കാട്. പേര് നിങ്ങൾ കണ്ടുപിടിക്കും. താങ്കൾ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട ഹസൻ മുബാറക്. പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ അറസ്റ്റിലായ നേതാവാണ് താങ്കൾ. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ട. പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി അറസ്റ്റിലായ നേതാവാണല്ലോ താങ്കൾ, അല്ലേ? താങ്കൾ അത് നിഷേധിക്കുന്നുണ്ടോ? ഹസൻ മുബാറക് അത് നിഷേധിക്കുന്നുണ്ടോ? ഹസൻ മുബാറക് നിഷേധിക്കുന്നുണ്ടോ? താങ്കൾ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി അറസ്റ്റിലായല്ലോ. നിഷേധിക്കുന്നില്ല. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ടെന്ന്. അല്ല, സ്മൃതി പരുത്തിക്കാടിന്റെ ഭീഷണി കഴിഞ്ഞ ദിവസത്തെ പത്രം എടുത്ത് വായിക്കൂ. മുതിർന്ന CPM നേതാവ് പോയിരുന്നോ ഇല്ല എന്നുള്ള പത്രം എടുത്ത് വായിക്കൂ. നിങ്ങൾക്ക് എന്താ മടി? എല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ടിവിയുടെ ചാനൽ താങ്കൾ അങ്ങനെ വെല്ലുവിളിക്കൊന്നും വേണ്ട ഹസൻ മുബാറക്. സിദ്ധാർത്ഥന്റെ ദേഹത്ത് 20 മുറിവുകളുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ഹസൻ മുബാറക്? നിങ്ങൾ പറഞ്ഞുവിട്ട ചില നേതാക്കളുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞുവിട്ട ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ. സിദ്ധാർത്ഥന് 3 ദിവസം ഭക്ഷണം നിഷേധിച്ചിട്ടില്ല എന്നും ഒറ്റ ദിവസമേ മർദ്ദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള പ്രതികരണം നൽകിയ ചില കള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തിലെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടോ? റിപ്പോർട്ടർ ടിവിയുടെ ഞാൻ പറയുന്നത് പത്രവാർത്തയെ ഉദ്ധരിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പത്രവാർത്തകളെ ഉദ്ധരിച്ച് പത്രങ്ങൾ അങ്ങനെ എന്തൊക്കെ എഴുതും? മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ് ഞാൻ വായിച്ചത്. വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മർദ്ദിച്ച കേസിലെ പ്രതികളെ ഹാജരാക്കുമ്പോൾ ജില്ലയിലെ ഉന്നത CPM നേതാവും ഇവർക്കൊപ്പം മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി. കേസിൽ ആദ്യം അറസ്റ്റിലായ 6 പേരെ ബുധനാഴ്ച രാത്രി കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് സംഭവം.
മജിസ്ട്രേറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ കോടതി ജീവനക്കാർ തടഞ്ഞതോടെ അവരുമായി വാക്തർക്കമായി. പോലീസ് ഇടപെട്ടു. അവരെ വകവയ്ക്കാതെ മജിസ്ട്രേറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ പ്രവേശിച്ചു. 6 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസമായി. ഇപ്പോഴാണ് ഹാജരാക്കുന്നത് പറഞ്ഞപ്പോൾ പുറത്തു നിൽക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യമെങ്കിൽ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. നിഷേധിക്കൂ. ഇത് വളരെയധികം തമാശയാണ്. റിപ്പോർട്ടർ ടിവിയുടെ പ്രധാനപ്പെട്ട ഒരു അവതാരിക മാതൃഭൂമി സത്യവാചകം മാത്രം എഴുതി വെക്കുന്ന ഒരു പത്രമാണെന്ന് കണ്ട് അത് എടുത്തു വെച്ച് ചാനൽ ചർച്ചയിൽ ഇരുന്ന് വായിക്കുന്നു റിപ്പോർട്ടറുടെ അവതാരിക. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, ആരാണ് ആ മുതിർന്ന നേതാവെന്ന് കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത അന്വേഷിക്കാൻ റിപ്പോർട്ടർ ചാനലിന് എന്റെ അവകാശമില്ലേ? നിങ്ങൾക്ക് എന്റെ ഹസൻ മുബാറക്ക് പത്രവാർത്ത വായിക്കുന്ന കേൾക്കൂ. SFI നേതാക്കളും കോളേജ് യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കേസിലെ പ്രതികളാണ്. പ്രതികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന ആരോപണമുള്ള സാഹചര്യത്തിലാണ് പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് അദ്ദേഹം കോടതിയിലെത്തിയത്. കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ CPM ശ്രമിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ മുൻ MLA CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അപ്പോൾ നേതാവിന് പേര് കിട്ടിയല്ലോ. കഴിഞ്ഞോ? ഒച്ചപ്പാട് കഴിഞ്ഞോ? നേതാവ് രമേശ് ചെന്നിത്തല അല്ല, ഒച്ചപ്പാട് കഴിഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങൾ കുറച്ച് അസഹിഷ്ണുത കാണിക്കും. ഞങ്ങൾ പറയട്ടെ, പറഞ്ഞതുപോലെ അല്ല, നിങ്ങൾ സഹിഷ്ണുത കാണിക്കും. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊരു കാര്യം പറയാം സ്മൃതി, നിങ്ങൾ ഈ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്ര ധാർമ്മികതയുണ്ടെങ്കിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളൊരു വീഡിയോ ഇടുകയുണ്ടായി. വീഡിയോ 5 മിനിറ്റ് കൊണ്ട് ആ വീഡിയോ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് പറഞ്ഞുവിട്ട രണ്ട് വിദ്യാർത്ഥികൾ പറയുന്നു. ഞാൻ പറയട്ടെ ഹസൻ, ഞാൻ വിശദീകരിക്കുകയാണല്ലോ. താങ്കൾ കേൾക്കൂ. നിങ്ങൾ പറഞ്ഞുവിട്ട 2 വിദ്യാർത്ഥികൾ പറയുന്നു. സിദ്ധാർത്ഥനെ 3 ദിവസം പട്ടിണി കിട്ടിട്ടില്ല. സിദ്ധാർത്ഥനെ 3 ദിവസം മർദ്ദിച്ചിട്ടില്ല, 1 ദിവസമേ മർദ്ദിച്ചിട്ടുള്ളൂ. ഇതാണ് ന്യായം. ആ ന്യായം കൊടുക്കുമ്പോൾ ന്യായീകരിക്കുന്നു എന്ന തലക്കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വലിച്ച അതിനുശേഷം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു നോക്കൂ, കൊടുത്തിട്ടുണ്ടോ എന്ന് എടുത്തു നോക്കൂ. ഹസൻ മുബാറക്ക് എടുത്തു നോക്കൂ, കൊടുത്തിട്ടുണ്ടോ എന്ന്. ധൈര്യമുണ്ടെങ്കിൽ എടുത്തു നോക്കൂ. താങ്കൾ ഈ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി എന്നെ എടുത്തെടുക്കണ്ട. റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ചയിൽ ഹസൻ മുബാറക്കിന് നാണമുണ്ടോ ഇന്നത്തെ ദിവസം ഈ വെല്ലുവിളി പ്രസംഗം നടത്താൻ? ഹസൻ മുബാറക്കിന് നാണമുണ്ടോ? ഒരു വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചു കൊന്നിട്ട് ഈ ശബ്ദത്തിൽ സംസാരിക്കാൻ നാണമുണ്ടോ? ഹസൻ മുബാറക്ക് ഈ രൂപത്തിൽ സംസാരിക്കാൻ നാണമുണ്ടോ? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ആ യൂണിറ്റ് പിരിച്ചുവിട്. ഹസൻ, ആ യൂണിറ്റ് പിരിച്ചുവിട്. ഹസൻ മുബാറക്ക് വലിയ വർത്തമാനം പറയുന്നു. യൂണിറ്റ് പിരിച്ചുവിട്. ധൈര്യമുണ്ടെങ്കിൽ കൊലയാളി ക്രിമിനലുകളുടെ യൂണിറ്റ് പിരിച്ചുവിട്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളും ക്രിമിനലാണ്. ക്രിമിനലുകൾക്ക് കൂട്ടു നിൽക്കുന്ന നിങ്ങളും ക്രിമിനൽപ്പെട്ട ആളാണ്. ഇത് തന്നെയാണ് ഗവർണർ പറയുന്നത്. ഇതാണ് ഗവർണർ പറയുന്നത്. ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. കള്ളം മാത്രം പറയില്ല. നിങ്ങൾ ഇടിമുറികളിൽ എടുക്കുന്ന കാര്യങ്ങൾ ന്യൂസ് റൂമിലെ ചർച്ചയിൽ എടുക്കാൻ നോക്കരുത്. കേട്ടല്ലോ? നടക്കില്ല. ആടിനെ പട്ടിയാക്കുന്ന കേരളം കാണുന്നുണ്ട്. ആടിനെ പട്ടിയാക്കുന്ന ആരാണെന്ന് കേരളം കാണുന്നുണ്ട്. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? കേരളം കാണുന്നുണ്ട്. പ്രദർശിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് എന്തേ കഴിയാത്തത്? എടുത്തു നോക്ക്. നിങ്ങൾ ആ വീഡിയോ പ്രദർശിപ്പിക്കുക. എടുത്തു നോക്ക്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള സമയം സ്വീകരിക്കുക. ഞങ്ങളുടെ ചർച്ച ഞങ്ങൾക്ക് പറയാനുള്ള സമയം തരാതിരിക്കുക. എന്നിട്ട് അല്ല, ഞങ്ങൾക്ക് നിങ്ങൾ കോളേജ് ക്യാമ്പസിൽ നടക്കില്ല. ഞാൻ പറയാം. ഒന്ന്, സ്മൃതിയോട് നന്ദി പറയാൻ ഈ ചർച്ച ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം SFI എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കേരളീയ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിലൂടെ സ്മൃതി ചെയ്തത്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്നുകളഞ്ഞിട്ട് ആ കൊന്നുകളഞ്ഞത് ചർച്ച ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ
ഇദ്ദേഹം SFIയുടെ നേതാവാണെന്ന് എങ്ങനെയാ വിളിക്കാൻ കഴിയുക? ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്ന രീതിയും ശൈലിയുമാണ് നമ്മൾ കാണുന്നത്. ഈ ശൈലിയും രീതിയുമുള്ള നേതാക്കന്മാരുള്ള ഒരു സംഘടനയുടെ അണികൾ ആളുകളെ ഇങ്ങനെ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കും മുമ്പേ സ്മൃതി ഫോൺ കട്ടായി പോയി. സാങ്കേതിക പ്രശ്നമായിരുന്നു, പറഞ്ഞോളൂ. ഓക്കെ നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് സ്മൃതി നിങ്ങളുടെ യൂണിറ്റിനൊന്ന് പറഞ്ഞയക്കണം. ഏകാധിപത്യ ക്യാമ്പസുകൾ എന്ന് SFI പറഞ്ഞ് ചെങ്കോട്ടയെന്ന് എഴുതി വെക്കപ്പെട്ട ക്യാമ്പസുകളിൽ നിങ്ങൾ ക്യാമറയുമായി ചെന്നാൽ ഞാൻ 100% ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയാണ്, ലഹരി കടത്തിന്റെയും ഡ്രഗ്സിന്റെ വ്യാപനത്തിന്റെയും കേന്ദ്രങ്ങളായി ക്യാമ്പസുകൾ, ഇവരുടെ ഏകാധിപത്യ കോട്ടയായുള്ള ക്യാമ്പസുകൾ മാറിയിട്ടുണ്ട്. അത് അതിന്റെ കാരിയേഴ്സും സപ്ലൈയേഴ്സും ആകുന്നത് SFIയുടെ ഈ നേതാക്കന്മാരാണ്. ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു. ഇതേ വയനാട് ജില്ലയിലെ മേപ്പാടി ഗവൺമെന്റ് കോളേജ് ഉദാഹരണമായി ഞങ്ങൾ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ സ്മൃതിയോട് പറയുന്നത്, ഇത് കേവലം ഒരു ക്യാമ്പസിന്റെ പ്രശ്നമല്ല. സ്മൃതി നേരത്തെ പറഞ്ഞാൽ യൂണിറ്റ് പിരിച്ചുവിട് എന്ന് SFI പാർക്കനോട് പറഞ്ഞു. അങ്ങനെ യൂണിറ്റ് പിരിച്ചുവിട്ടാൽ കേരളത്തിലെ SFIക്ക് യൂണിറ്റ് ഇല്ലാത്ത സ്ഥിതി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കൊലയാളി സംഘത്തിന്റെ, കേരളത്തിലെ കില്ലർ സ്ക്വാഡുകളുടെ, ഡ്രഗ് മാഫിയകളുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുള്ള ഈ സംഘടനയുടെ, എന്തിനേറെ ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികളിൽ ലഹരി പദാർത്ഥങ്ങൾ ക്യാമ്പസിനകത്തേക്ക് എത്തിക്കാൻ പുറത്തുള്ള നേതാക്കന്മാർ അത് അതിന്റെ വിപണനം നടത്താൻ വേണ്ടി ക്യാമ്പസുകളെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഘടനയെ, ആ സംഘടനയെ കേരളത്തിലെ വിദ്യാർത്ഥികളും കേരളത്തിലെ സമൂഹങ്ങളും കേരളത്തിലെ രക്ഷിതാക്കളും അതിന് മാറ്റി നിർത്താൻ തയ്യാറാകണം. അത് ക്യാമ്പസുകളിൽ ഇല്ലാത്ത വിധം മറ്റു സംഘടനകൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുമ്പോഴും അവരെ മർദ്ദിച്ചും അവശനാക്കിയും ഞങ്ങൾ കോട്ട കെട്ടുകയും ആ കോട്ടകളിൽ ഇത്തരം അധംപതിച്ച പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയെ നിരോധിക്കുകയോ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത്, നേരത്തെ ഒരു വീഡിയോയുടെ കാര്യം അസോബാരൊക്കെ പറഞ്ഞു. എന്റെ സംഘടനയുടെ പേരിലാണ് ആ വീഡിയോയുടെ പ്രതിനിധി വന്നത്. ഞങ്ങളത് അന്വേഷിച്ചതാണ്. സംഘടന ഒരു ബന്ധമില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ, സംഘടന ഒരു ബന്ധമില്ലാന്ന് ഞാൻ ആധികാരികമായി ഞങ്ങൾ പറഞ്ഞു. മറ്റൊരു കാര്യത്തിൽ ഇവിടെ അവരെന്താ പറഞ്ഞത്? ഈ 3 ദിവസം അവരെ പട്ടിണിക്കിട്ടിട്ടില്ല. ഞങ്ങൾ ഈ പറയുന്ന കുട്ടികൾ പറയുന്ന നുണ വിശ്വസിക്കണോ, കേരളത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശ്വസിക്കണോ? അവര് പറയാൻ അത്രയൊന്നും മർദ്ദിച്ചിട്ടില്ല. SFI നടത്തിയ ഈ നാടകത്തിൽ പറയുന്ന കുട്ടികളുടെ ഈ കളവ് വിശ്വസിക്കണോ, അതോ ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂരമായി പരിക്കേൽപ്പിച്ചു എന്നതിനെ കുറിച്ച് വിശ്വസിക്കണോ? അവരെ പറയാൻ ഒരു സ്ഥലത്ത് വെച്ചാണ് മർദ്ദിച്ചത്, വാട്ടർ ടാങ്കിന്റെ ബാക്കിൽ വെച്ച് മാത്രമേ മർദ്ദിച്ചിട്ടുള്ളൂ എന്ന് ആ കുട്ടികൾ ചാനലോട് ഒന്ന് പറയാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി പറയാണ് ഗതികേട് കൊണ്ട് 4 സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരെയാ വിശ്വസിക്കേണ്ടത്? SFI കെട്ടിയിറക്കിയ 4 വിദ്യാർത്ഥികൾ അവർ പറയുന്ന കളവിനെയാണോ, രാജ്യത്തെ ആധികാരികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും അവിടുത്തെ യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുകളെയാണോ ഞങ്ങൾ സമൂഹം അതിനെ ഏറ്റെടുക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് SMO പാർക്കനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഴപ്പം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ MV ഗോവിന്ദ മാഷ് നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകരെ വെച്ചിരുന്നു. കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു അക്രമ സംഭവം ഉണ്ടായപ്പോ ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോ MV ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞങ്ങൾ SFI പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ആ അധ്യാപകനെ വെക്കുമ്പോ MV ഗോവിന്ദ മാഷ് ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അന്ന് തല്ലാൻ പഠിപ്പിച്ച അധ്യാപകൻ ഇന്ന് കൊല്ലാൻ പഠിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ മാറ്റമാണ് SMO പാർക്കിന്റെ ശൈലഭാഷയിലും ഈ പ്രതികരണത്തിലൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, കെ രമ, ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള കാര്യത്തിലേക്കാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. കോടതിയിൽ അതിനുള്ള ഹർജി പോവുകയും ചെയ്തിരിക്കുന്നു. ഞാൻ തിരിച്ചെത്താം രമയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി രമ, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണ്ടതുണ്ട്. ഡീനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം കുട്ടിയുടെ പിതാവ് ആവർത്തിച്ചു പറഞ്ഞിട്ടും അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. ഡീനെ ന്യായീകരിച്ച് ഇന്നലെയും ഇന്നും മന്ത്രി ചിഞ്ചുറാണി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ UGCയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ മാത്രമാണ് റാഗിങ്ങിനെ കുറിച്ച് അറിഞ്ഞത് എന്നാണ് ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ പറയുന്നത്. പക്ഷേ ഈ മൃതദേഹം കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം താഴെ ഇറക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിലടക്കം ഡീനും കൂടി പങ്കാളിയായിരുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പുറത്താക്കൽ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി മാത്രമാണോ വേണ്ടത് ഈ കാര്യത്തിൽ, ഡീന്റെ കാര്യത്തിൽ? അല്ല സ്മൃതി, തീർച്ചയായിട്ടും അതൊരു വലിയ വിഷയമാണ്. കാരണം ഇവിടെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പോലീസ് വകുപ്പ് അന്വേഷിച്ചുകൊണ്ട് ഇതിന് യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടെത്തുമെന്നോ യഥാർത്ഥമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമോ എന്ന് നമുക്ക് വിശ്വസിക്കാനേ സാധ്യമല്ല. 6 ദിവസം കഴിഞ്ഞു അതിൻ്റെ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ. ഈ കേസുകൾ, അതിൻ്റെ തെളിവുകൾ മുഴുവൻ തേച്ചുമായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ആ സംഭവം അവിടെ നടന്ന സമയത്ത് അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ ഡീൻ, ഹോസ്റ്റൽ വാർഡനായ ഡീൻ ഉൾപ്പെടെ ഇത് അറിഞ്ഞിട്ടില്ല എന്നും ആ സമയത്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളാരും അരിയാഹാരം കഴിക്കാത്തവരല്ല. അതുകൊണ്ട്
അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഡീനിനെ പുറത്താക്കുകയല്ല, ശക്തമായ നടപടി. ഞാനതാ പറഞ്ഞ, അധ്യാപകർക്കെതിരെ, ഇതിന് കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകണം. ഇത്തരം പ്രൊഫഷണൽ കോളേജുകളിൽ ഒന്നുകിൽ SFIക്കാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഈ SFI സംഘടനയുമായി അനുഭാവം പുലർത്തുന്ന അധ്യാപകരൊക്കെ SFIക്കാരോ അല്ലെങ്കിൽ ഏകാധിപത്യമുള്ള സംഘടനയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ അതാത് ക്യാമ്പസുകളിൽ അതിനെ അനുകൂലിക്കുന്ന അധ്യാപകരൊക്കെ മൗനം പാലിക്കുകയാണ്. അതിന് ഇത്തരം പ്രശ്നങ്ങൾ, ക്രിമിനൽ പ്രവർത്തനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുന്ന അനുഭവങ്ങളാണ് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അത്തരം സംഗതികൾക്ക് ഇതിന് നേതൃത്വം നൽകി ഇതിൻ്റെ പിന്നിലുള്ള അധ്യാപകരെയായാലും ഡീനിനെയായാലും അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാകണം. ഇത്രയും ദിവസം ഉണ്ടായില്ല, എന്നിട്ടും ഡീനിനെ ന്യായീകരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി. എന്തൊരവസ്ഥയാണെന്ന് നോക്കൂ. 3 ദിവസമായിട്ടും ഒരു കുട്ടിയെ ആ കോളേജിൽ വെച്ചിട്ട് ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും അവിടുത്തെ അധ്യാപകർ അറിഞ്ഞില്ല, അവിടുത്തെ ഡീൻ അറിഞ്ഞില്ല. പിന്നെ എന്തിനാണ് അവരൊക്കെ ആ കസേരയിൽ ഇരിക്കുന്നത്? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ മന്ത്രിമാരും. ഇതാണ് ഈ കേരളത്തിൻ്റെ ദുരവസ്ഥ സ്മൃതി. വലിയ പ്രയാസം തോന്നുക. നേരത്തെ നമ്മുടെ SFI നേതാവ് അദ്ദേഹം കാണിച്ച ഒരു അസഹിഷ്ണുത, തീർച്ചയായിട്ടും ഇതാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊരു അസഹിഷ്ണുതയിലാണ് പറയുന്നത്, കേൾക്കാൻ പോലും സാവകാശമില്ലാതെ. ബഹുമാനപ്പെട്ട സഖാവിനോടൊക്കെ പറയാനുള്ളത്, പ്രിയപ്പെട്ട സഖാവെ, നിങ്ങളൊക്കെ കുറച്ചുകൂടി സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തിയും അത് ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ക്യാമ്പസുകളെ ശുദ്ധീകരിക്കാനും ക്യാമ്പസുകളെ സർഗാത്മകമാക്കാനും അവിടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു പറയാനുള്ള ആർജവം ഉണ്ടാകുന്നതിന് പകരം ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും അതിനെ എതിർക്കുന്നവരെ മോശമായി അധിക്ഷേപിക്കുകയും ചെയ്യുക. ഇവരൊക്കെ വളർന്നു വന്ന നേതാക്കന്മാരായാലും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇവരെ പറഞ്ഞിട്ട് കാര്യം, ഞാൻ ഈ കുട്ടികളെ അല്ലെങ്കിൽ SFIക്കാരെ മാത്രമൊന്നും കുറ്റം പറയുന്നില്ല. കാരണം അവരെ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അവർ കണ്ടു വളരുന്നതും അതാണല്ലോ. വയനാട്ടിൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു MP ഓഫീസിൽ പോയി വാഴ വെച്ച വിദ്യാർത്ഥികളാണ്. അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഈ യാത്ര നടത്തുന്നപ്പോൾ അവിടെ ഈ ജാഥയെ, നവകേരള യാത്ര നടക്കുന്ന സമയത്ത് അതിനെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തിയ പലരെയും SFIക്കാരും DYFIക്കാരും നേരിട്ട രീതി നമ്മൾ കണ്ടതാണ്. അതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ആ തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുമ്പോൾ, അവരെ കൂടെ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വളമാണിത്. ഇവർ കണ്ടുപിടിക്കുന്നത് നേതാക്കന്മാരെയല്ലേ. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന നേതാക്കന്മാരെ കണ്ടു വളരുന്ന കുട്ടികൾ അങ്ങനെയാവുള്ളൂ. അപ്പം നേതൃത്വം തിരുത്തിയിട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടികളും ഈ തരത്തിൽ തന്നെ ഈ SFIയുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയായി മാറും. സ്വന്തം മുന്നിൽപ്പെട്ട ASF നേതാവ് നിമിഷ പ്രേക്ഷയ്ക്കെതിരെ വന്ന ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഏതെങ്കിലും സമയത്ത് ഇത്തരം വിഷയങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുന്നത് കാണുന്നുണ്ടോ? ഇതാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്മൃതി. അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ, ഈ കുട്ടികൾ ഇങ്ങനെ അസഹിഷ്ണുതരായി സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. കേൾക്കാൻ പറ്റുന്നില്ല, നമ്മൾ പറയുന്നതൊന്നും എന്താണെന്ന് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. ഹസൻ മുബാറക്ക് എന്ന് ഗവർണർ പറഞ്ഞത് എല്ലാ കോളേജുകളിലെ ഹോസ്റ്റലുകളിലും SFIക്ക് പ്രത്യേകം ഹെഡ്ക്വാർട്ടേഴ്സുകളുണ്ട്, അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാ കോളേജുകളിലും ഇടിമുറികൾ എന്ന രൂപത്തിലും അത് പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിശോധനയ്ക്ക് തുറന്ന മനസ്സോടെ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ SFI? ഈ കേരളീയ സമൂഹത്തോട് ഈ ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കോഴിക്കോട് NITയിൽ 2 വിദ്യാർത്ഥികൾ ദാരുണമായി ആത്മഹത്യ ചെയ്ത ഘട്ടത്തിൽ നിശബ്ദനായ ഗവർണർ പറയുന്നതും, അതോടൊപ്പം തന്നെ വയനാട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു 19 വയസ്സുള്ള പെൺകുട്ടിയെ മാരകമായി മേപ്പാടി പോളിടെക്നിക്കിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച് മൃതപ്രായയാക്കിയ MSF പറയുന്നതും, ജോബി ആൻഡ്രൂൺസൺ എന്ന് പറയുന്ന കുട്ടിയെ കല്ലെറിഞ്ഞു കൊന്ന MSF പറയുന്നതും, അതുപോലെ തന്നെ മാതൃഭൂമിയുടെ വാർത്ത വായിച്ച് അത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്ന ചില അവതാരകർ പറയുന്നതുമല്ല ഈ കേരളത്തിന്റെ ഞങ്ങൾ ഇതിനെയാണ് പറയുന്നത് അസഹിഷ്ണുത. ഇതിനെയാണ് അസഹിഷ്ണുത. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറയട്ടെ, എന്താണ് ഇത്ര അസഹിഷ്ണുത? എന്താ കേരളം ഇതും കാണുകയല്ലേ? ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു വന്നത് കേരളത്തിന്റെ ഒരു ക്യാമ്പസിലും ഇത്തരത്തിലുള്ള ഇതിനെയാണ് അസഹിഷ്ണുത. ഞങ്ങളൊന്ന് പറയട്ടെ. ഞങ്ങൾ പ്രകോപിതരാക്കിക്കൊണ്ട് ഈ ചർച്ച അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നടപടി കേരളം കാണുന്നുണ്ട്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ ഒരു ക്യാമ്പസിലും ഇത്തരം, ഞങ്ങളെന്ന് പറയുന്നത് ബോധമുള്ളവർക്ക് മനസ്സിലാകും SFI,
അത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകും SFI. അരിഭക്ഷണം കഴിച്ചവർ കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിരമിച്ചു പോകുന്ന പ്രിൻസിപ്പലിന്റെ കുഴിമാടം ഒരുക്കിയവർ, പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർ, അല്ലേ? കേരളത്തിന്റെ ഒരു പരീക്ഷ എഴുതാതെ പാസ്സായവർ, കേരളത്തിന്റെ ഒരു ക്യാമ്പസിലും എന്ന് വളരെ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നവർ, കള്ളം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകരുള്ള ചില കേരളത്തിലെ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ രക്തം മാത്രം മതി എന്നാഗ്രഹിക്കുന്ന കള്ളപ്രചാരകരായിട്ടുള്ള ചില ആളുകൾ ഉള്ള ഈ കേരളത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത് ഈ സംഭവം കേരളത്തിൽ ഒരു ക്യാമ്പസിലും നടക്കാൻ പാടില്ലാത്തതാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ തടുത്തു നിർത്താൻ കേരളത്തിലെ റാഗിങ്ങും അതുപോലെ തന്നെ ലഹരി മരുന്ന് മയക്കുമരുന്ന് മാഫിയകളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചു. സഹിഷ്ണുത എവിടെ പോയി? ഇടിമുറികളുണ്ടോ എന്ന പരിശോധന സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഇടിമുറികളുണ്ട് എന്ന പരിശോധന സ്വാഗതം ചെയ്യുന്നുണ്ടോ ഹസൻ മുബാറക്? എങ്ങനെ നിങ്ങൾ സഹിഷ്ണുത കാണിക്കാം? ഒരു മനുഷ്യനെ കെട്ടിത്തൂക്കി കൊന്നിട്ട് ചോദിക്കണം. സ്മൃതി പരുത്തിക്കാട് ചോദിക്കണം. സ്മൃതി പരുത്തിക്കാട് വോയിസ് മ്യൂട്ട് ചെയ്യണം. ഹസൻ മുബാറക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. പി കെ നവാസിന്റെ വോയിസ് മ്യൂട്ട് ചെയ്യണം. പി കെ നവാസിന്റെ വോയിസ് മ്യൂട്ട് ചെയ്യാൻ സ്മൃതി പരുത്തിക്കാടിന് കഴിയുമോ? ധൈര്യമുണ്ടോ? ഹസൻ മുബാറക് എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമോ? ഇടിമുറികൾ പരിശോധന നടത്താൻ തയ്യാറുണ്ടോ? പരിശോധന സ്വാഗതം ചെയ്യുന്നുണ്ടോ? കൊണ്ട് ആക്രമിക്കുമ്പോ വോയിസ് മ്യൂട്ട് ചെയ്യാൻ സ്മൃതി അല്ല 8:57 ആവട്ടെ, അതന്നെ പറഞ്ഞത്. പറയാൻ ഇനിയും സമയമുണ്ട്. റിപ്പോർട്ടർ ചാനൽ പിരിച്ചുവിടുന്നില്ല, ഞങ്ങൾ ഇനിയും വരാം. ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, പി കെ നവാസ് ഇടയിൽ കയറുമ്പോ വോയിസ് മ്യൂട്ട് ചെയ്യാൻ ബഹുമാന്യയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാടിന് കഴിയുന്നില്ല. കേരളത്തിൽ അങ്ങനെ ഇടിമുറി നിർത്തി. ഓക്കെ ഞങ്ങളും നിർത്തും. ഇവിടെ വളഞ്ഞിട്ടുകൊണ്ട് കള്ളം പറയുമ്പോ ഒരൊറ്റ വ്യക്തി എന്ന രീതിയിൽ ഞാനാ ചോദ്യത്തിന് ഉത്തരം പറയാം. ഈ പറഞ്ഞ ഇടിമുറി എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി നിങ്ങളടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? കേരളത്തിൽ ആദ്യമായി ഇടിമുറി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തത് 2017 പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രാണോയ്. ഇവിടെ ബഹുമാനിയായിട്ടുള്ള KK രമ പറഞ്ഞല്ലോ ജിഷ്ണു പ്രാണോയ് ഇടിമുറി, എന്നിട്ട് SFIയെ ചേർത്തു പിടിച്ചുകൊണ്ട് KK രമ പറഞ്ഞല്ലോ. ആ ഇടിമുറിയെ കേരളത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിൽ പാമ്പാടി നെഹ്റു കോളേജ് പോലെയുള്ള കേരളത്തിലെ നിരവധിയാർന്ന ക്യാമ്പസിൽ ഉജ്ജ്വലമായ സമരം നടത്തിയവരായ SFI, ലഹരിക്കെതിരെ നിലപാട് സ്വീകരിച്ചവരായ SFI, റാഗിങ്ങിനെതിരെ നിലപാട് സ്വീകരിച്ചവരായ SFI. അതുകൊണ്ട് ആ 13 യൂണിവേഴ്സിറ്റികളിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പി കെ നവാസിന്റെ സംഘടന ചവറ്റുകുട്ടയിലേക്ക് കുട്ടികൾ ചവിട്ടിക്കൂട്ടി വലിച്ചെറിയുന്നത് SFIയെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി സംഘടനയുടെ നിലപാട് പറയുന്നു. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയുടെ പേരാണ് SFI. എന്നിട്ടെന്താണ് ഈ വെറ്ററിനറി കോളേജിലെ യൂണിറ്റ് പിരിച്ചുവിടാത്തത്? ശക്തമായ നടപടി എവിടെ? 3 ദിവസം ഒരു കുട്ടിയെ ആക്രമിച്ചിട്ടാണ് സഹിഷ്ണുത. വെറ്ററിനറി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചു. വെറ്ററിനറി കോളേജിലെ 4 ആളുകൾ നൂറുകണക്കിന് പോയി അടുത്ത അസഹിഷ്ണുത. ഞങ്ങൾ പറയാം, 4 വിദ്യാർത്ഥികൾ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അവർ എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യമായി ഞങ്ങൾ ഭയങ്കര മര്യാദയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അതിനെ വളച്ചൊടിക്കണ്ട. സ്മൃതി പരുത്തിക്കാട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കണ്ട. നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ട് അതിനെ വളച്ചൊടിക്കണ്ട. അതാ പറഞ്ഞത് നേരത്തെ, വളച്ചൊടിക്കൽ വിദഗ്ധരായിട്ടുള്ള നിങ്ങൾ, ഞങ്ങളുടെ കേരളം, വിദ്യാർത്ഥികൾ, ക്യാമ്പസുകൾ, സർവകലാശാലകൾ, ഇതൊക്കെ ഞങ്ങളെ കേൾക്കട്ടെ. ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ഈ കേരളത്തിലെ പൊതുജനങ്ങളുണ്ട്. ശരി, ജനം കേൾക്കട്ടെ. ജനങ്ങൾ കള്ളം പറയുന്ന നിങ്ങളെയാണോ കേൾക്കുക, കാര്യം പറയുന്ന ഞങ്ങളെയാണോ കേൾക്കുക എന്നുള്ളത് കേരളം വിധി എഴുതട്ടെ. നിങ്ങളെയാണോ അത് നിങ്ങൾ പറയും. അതാണ് പറഞ്ഞത്, ആടിനെ പട്ടിയാക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, ഞങ്ങളുടെ സ്വഭാവമല്ല. അത് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ സ്വഭാവമാണ്. ഉള്ളതിനെ ഇല്ല എന്നും ഇല്ലാത്തതിനെ ഉണ്ട് എന്നും പറയുന്നത് നിങ്ങളുടെ സ്വഭാവം. അത് നിങ്ങളുടെ സ്വഭാവമാണ്, ഞങ്ങളുടെ സ്വഭാവമല്ല.
ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങളുടെ ആളുകളുടെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചുവെങ്കിൽ അവരെ നിർദാക്ഷിണ്യം തള്ളി പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് അത് പറയാൻ? കെ സുധാകരന്റെ പാർട്ടിയല്ല ഇത്. കെ സുധാകരൻ പറഞ്ഞല്ലോ, ധീരജ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുത്തി കൊലപ്പെടുത്തി ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ. എന്നിട്ട് നിഖിൽ പൈലിയെ രാഹുൽ ഗാന്ധിയോട് ചേർത്ത് ജോഡയാത്ര നടത്തി. എന്താ റിപ്പോർട്ടർ ചാനലിൽ അത് കാണിച്ചില്ലേ? ഞങ്ങളുടെ സംഘടന സ്വീകരിച്ച നിലപാടതല്ല, ഞങ്ങളുടെ പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടതല്ല. തെറ്റ് ചെയ്തവരെ, കുറ്റക്കാരെ കൃത്യമായി ശിക്ഷ സ്വീകരിക്കണമെന്നും നിങ്ങൾ വെറ്ററിനറി കോളേജിൽ സ്വീകരിച്ച നടപടി എന്താണെന്നൊന്ന് പറയൂ ഹസൻ മുബാറക്. പലതവണയായാലും ചോദിക്കുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തേ നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ സ്വീകരിച്ച നടപടി എന്താണെന്ന്? തള്ളി പറഞ്ഞു ഞങ്ങൾ സ്വീകരിച്ച ഒരു 10 വട്ടം നിങ്ങളിവിടെ പറഞ്ഞല്ലോ. യൂണിറ്റ് പിരിച്ചുവിടാത്ത എന്താണ്? ഈ 18 പ്രതികളിൽ 4 ആളുകൾ അല്ല, യൂണിറ്റ് പിരിച്ചുവിടണോ പിരിച്ചുവിടണ്ടയോ എന്നുള്ളത് കൃത്യമായി സംഘടന തീരുമാനിച്ച് നടപ്പിലാക്കും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇതിലും ക്രൂരമായ നടപടി ഉണ്ടാകുമ്പോഴായിരിക്കും ആ സമീപനത്തിലേക്ക് പോവുക അല്ലേ? വ്യക്തമാണ് ഹസൻ മുബാറക്. നിങ്ങളെയും നിങ്ങളുടെ സംഘടനയുടെയും നിലപാട് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.